ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ റമദാൻ 6-7 വരെയൊക്കെ സ്ഥിരം വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ കണ്ടൻറ്റൊന്നും ഇല്ലാതായിട്ടാണ് ഞാൻ വീഡിയോ ഇടാതായി, പിന്നെ ടൈമും കിട്ടാതൊക്കെ. അപ്പോൾ പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഇന്നലെ പഠിച്ചിട്ട് എണീച്ചപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ 4:20 ആകുമ്പോൾ ഞാൻ എണീക്കും കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. 4:20 ആകുമ്പോൾ എണീച്ച് എല്ലാം ചൂടാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ എത്തിക്കും കേട്ടോ. പിന്നെ ആദ്യം ഞാൻ തന്നെ കുറച്ച് ചോറെടുത്ത് വേഗം തിന്നു കേട്ടോ. അല്ലെങ്കിൽ ഓരോരുത്തരെ എണീപ്പിച്ച് അത് വിളമ്പി കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിന്നാനൊന്നും നേരം കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഹരിത കർമ്മസേനൻ്റെ ചേച്ചിമാരൊക്കെ പ്ലാസ്റ്റിക് എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് കൊടുത്ത് അവർ തരം തിരിച്ചെടുക്കുകയാണ് കേട്ടോ. പ്ലാസ്റ്റിക്കൊക്കെ ഓയിലിൻ്റെ കവറ്, പാൽ കവറ്, അങ്ങനെ നല്ല നല്ല കവറുകൾ ഇതൊക്കെ വേറെ തിരിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കും കൊടുത്തു. അപ്പോൾ അവരങ്ങനെ തനിച്ച് പാക്കറ്റാക്കി ഒക്കെ എടുത്തിട്ട് പോയിട്ടോ. പിന്നെ ഇന്ന് മേലെ അപ്പോൾ നമ്മളെ ഈ ഡോക്ടർ കെയർ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡും പിന്നെ അതേമാതിരി ടോയ്ലറ്റ് കഴുകുന്ന ഇതും രണ്ടും കൂടി കോമ്പായിട്ട് അങ്ങനെ ഇവിടുന്ന് 7 Days നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഫ്ലോറൊക്കെ കഴുകിയാൽ നല്ല വൃത്തിയാകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട്. ബാത്റൂമാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നീറ്റ്. അപ്പം മേലെ ഭാഗത്ത് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാവൊക്കെ ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ വാട്ടി പുറത്ത് പോയിരുന്നിട്ടാട്ടോ കുഴച്ചെടുത്തത്. മാവിൻ്റെ ചൂടും പിന്നെ ഉള്ളിൽ തീ കത്തിച്ചിട്ട് അതിൻ്റെ ചൂടൊക്കെ കൂടി സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയിരുന്ന് നല്ല കുഴച്ച് എടുത്തിട്ടു. മാവ് അവിടെ ഇരുന്നിട്ടോ കുഴച്ചെടുത്തത്. എന്നിട്ട് പിന്നെ പ്രസ്സിൽ തന്നെ പരത്തിയിട്ട് അങ്ങനെ ചൂടുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തോനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് തികയില്ല കേട്ടോ. അപ്പോൾ ചെറിയ മോൾക്കൊക്കെ പത്തിരി ഇറച്ചിക്കറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.